Okay guys, so welcome to my channel. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തത് പറഞ്ഞെങ്കിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സിനെ കുറിച്ചിട്ടും ട്രേഡ് ബ്രേക്ക് ഡൗൺ, ഹൗ ഐ എൻറ്റർ, ഹൗ ഐ എക്സിറ്റിംഗ്, ഹൗ ഐ എം മാനേജിങ് മൈ ട്രേഡ്, ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റായിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങിയത്. പിന്നെ എൻ്റെ ട്രേഡിങ് ജേർണി, അപ്പോൾ ആ ജേർണി കൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പഠിക്കാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് ഇഫ് ഐ ആം ഡൂയിങ് എനിത്തിങ് മിസ്റ്റേക്സ്, ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ശ്രീ സിമെൻറ്റിൽ എനിക്ക് ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി പോലെ ബുള്ളിഷായിട്ട് കാണുന്നുണ്ട്. ബട്ട് ഐ എം വെയിറ്റിംഗ് ഫോർ മൈ എൻട്രി ക്രൈറ്റീരിയ. അപ്പോൾ ഇനിയും കുറച്ചും കൂടുതൽ കൺഫർമേഷനായിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ലിക്വിഡിറ്റിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും നമുക്ക് ബുള്ളിഷായിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഭയങ്കര നല്ല എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്കൊരു SHK പറഞ്ഞിട്ട് ഇതിലൊരു എൻട്രി എടുക്കാനുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഓർഡർ ഇടാനും മറന്നു, പിന്നെ എൻട്രി തന്നതും മറന്നു. ഇപ്പോഴാണ് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഓൾറെഡി എൻട്രി തന്നു. എൻ്റെ എൻട്രി പ്രൈസ് ഇതായിരുന്നു, ഈ സ്വിംഗ് ഹൈൻ്റെ അബവ് ആയിരുന്നു, 261.50. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് എൻട്രി തരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴാണ് കണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഏറ്റവും ഇങ്ങനെ ചാടി കയറിയിട്ട് നേരെ മുകളിലെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് നോക്കാം എങ്ങനെ എനിക്ക് എൻട്രി തരുന്നോ ഇല്ല നോക്കാം. ഓർഡർ വെച്ചിട്ടുണ്ട് 261.50 എൻ്റെ ഓർഡർ വെച്ചിട്ടുണ്ട്. LTP ഇപ്പോൾ 262 ആണ്. ആൻഡ് 31 ക്വാണ്ടിറ്റി ആണ്, വിച്ച് ഈസ് ഐ ആം റിസ്കിങ് 130 rupees. 1.1% ആണ് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. ഞാൻ എപ്പോഴും 1% ആണ് റിസ്ക് എടുക്കൽ. അപ്പോൾ ജസ്റ്റ് നോക്കാം, ജസ്റ്റ് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുന്നു, നോക്കട്ടെ എൻട്രി വരുന്നോ ഇല്ലേ നോക്കാം, തരുന്നോ ഇല്ലേ നോക്കാം. ടാർഗറ്റ് ഇതായിരിക്കും 275.50. നോക്കാം എങ്ങനെ വരുന്നു നോക്കാം. എൻട്രി കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. 261.50 എൻട്രി കിട്ടിയത്. ആൻഡ് ഇനി നമുക്ക് SL ആണ് വെക്കേണ്ടത്. SL is 257.35. അപ്പോൾ ഞാനിനി SL വെക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ട്രേഡ് എങ്ങനെ പോകുന്നു എങ്ങനെ വാച്ച് ചെയ്യാം. മെയിൻ ടാർഗറ്റ് ഇതായിരിക്കും. ബട്ട് 1:2 ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി ചിലപ്പോൾ എക്സിറ്റ് ആക്കും, ലൈക്ക് അതിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട്. അല്ലാണ്ട് മെയിൻ ടാർഗറ്റ് വിൽ ബി ദിസ് 275.45 ഓർ 27. ആ ലെവലിലായിരിക്കും എൻ്റെ മെയിൻ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വാച്ച് ചെയ്യാം, ഇങ്ങനെ റിയാക്ഷൻ ആക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, സോ എനിക്ക് വീഡിയോ ഇങ്ങനെ റെക്കോർഡാക്കാൻ പറ്റില്ല. എനിക്ക് ജസ്റ്റ് കുറച്ച് വേറെ ചാർട്ട് നോക്കാനായതുകൊണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ലൈക്ക് ഓൾ ക്വാണ്ടിറ്റി, എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി അങ്ങനെയാണ് ചെയ്യുള്ളൂ, റിസ്ക് കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1:2 269.80 ആ പ്രൈസിലാണ് വരുന്നത്. 1:2 റിസ്ക് റിവാർഡിൽ ഞാൻ 269.80 അല്ലേ. അപ്പോൾ അവിടെ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. അങ്ങനെ 15 ക്വാണ്ടിറ്റി 269.80. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ലൈക്ക് റിസ്ക് മാനേജ് ആവും. പിന്നെ എവിടെയെങ്കിലും കുറച്ച് മീത്തപ്പൊരി താഴെ വന്നാലും ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിലെങ്കിൽ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, നേരത്തെ സ്ക്രീൻ റെക്കോർഡിങ് പോസ് ആയിപ്പോയി, കോൾ വന്നുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഹാഫ് ക്വാണ്ടിറ്റി ഇവിടെ എക്സിറ്റ് ആക്കിയാലും എവിടെയെങ്കിലും മീത്തപ്പൊരി പെട്ടെന്ന് താഴെ വന്നാലും അൺസർട്ടിനിറ്റീസ് അല്ലേ മാർക്കറ്റിൽ. അപ്പോൾ ഞങ്ങൾ ലൈക്ക് ഹാഫ് ക്വാണ്ടിറ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ചും നിങ്ങൾ കീശയിൽ വരും, അതാണ് മെയിൻ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ആക്കിയത്. അപ്പോൾ അതന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. 1:2 ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആകും. അല്ലെങ്കിൽ ഒരു ലൈക്ക് എനിക്കൊരു പൊട്ടൻഷ്യൽ പ്രൊബാബിലിറ്റി പോലെ കാണുന്നുണ്ട്, ലൈക്ക് എല്ലാം ഇത് മീത്ത പോയിട്ട് തന്നെ പോവും. ലൈക്ക്
പോകേണ്ട സാധ്യത ഉണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഫുൾ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യും. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി 1:2 അങ്ങനെ 1:3 അങ്ങനെ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ ലൈക്ക് ശ്രീ സിമെൻറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മെയിൻ ടാർഗറ്റ് 1:6 ആണ് തരുന്നത്. അപ്പോൾ 1:2 അല്ലെങ്കിൽ 1:3 അങ്ങനെ എക്സിറ്റ് ആകട്ടെ. എന്താ ഇപ്പോൾ ഇത് ഇവിടെ എത്തി നോക്കും, 1:6 ആണ് ഇവിടെ ടാർഗറ്റ് ഉണ്ടായത്. ബട്ട് ഇപ്പോൾ ഇത് 1:4 തന്നു. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടോ 1:3 1:4 അങ്ങനെ പാർഷ്യൽ ബുക്കിംഗ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്കാക്കാൻ പറ്റും. അതാണ് സംഭവം ഇതിൻ്റെ. സോ SHK ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് ടാർഗറ്റോ ഓർ SL. ഓക്കെ, ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, എനിക്ക് എക്സൈഡ് ഇൻഡസ്ട്രിയിലും എൻട്രി ഒന്ന് പ്ലാൻ എടുക്കാൻ പോലെ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ റിസ്ക് റിവാർഡ് അനുസരിച്ച് നോക്കട്ടെ. 130 / 2.10 61 ക്വാണ്ടിറ്റി. ഓക്കെ, 61 ക്വാണ്ടിറ്റി. $394.05 ഞാൻ ആ പ്രൈസ് വന്നാൽ എനിക്ക് എൻട്രി കിട്ടാം. ഓക്കെ, സോ ഞാൻ ഇവിടെ എൻട്രി ഈ ഹാമർ ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ, എനിക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് എക്സ്പെക്റ്റേഷൻ പോലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു, നോക്കട്ടെ. എനിക്ക് എക്സൈഡ് ഇൻഡസ്ട്രിയിൽ എൻട്രി കിട്ടി. ഞാൻ SL സെറ്റ് ആക്കട്ടെ. 391.95 ആണ് എൻ്റെ SL. സോ 391.95. സോ 2 SL സെറ്റ് ആയിട്ടുണ്ട്. 391.95. ഓക്കെ, നൗ ഇതിലും സെയിം കൺസെപ്റ്റ് 1:2 ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആക്കാൻ പ്ലാൻ. അപ്പോൾ 1:2 ഇവിടെയാണ് വരുന്നത് 398.10. സോ 61 ക്വാണ്ടിറ്റി അല്ലേ, 30 ക്വാണ്ടിറ്റി ഐ ആം പ്ലാനിങ് ഫോർ 398.10. ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് എല്ലാം സിസ്റ്റമിൽ സെറ്റാക്കിയിട്ട് വെക്കുക, സ്റ്റോപ്പ് ലോസും ടാർഗറ്റ്, ആൻഡ് വി ഹാവ് ടു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, സോ ഇന്ന് 2 ട്രേഡായി. ഒന്ന് എക്സൈഡ് ഇൻഡസ്ട്രിയും പിന്നെ ഒന്ന് SHK വീണ്ടും എൻട്രി ലെവൽ വന്നിട്ട് അവിടെ നിന്ന് ഉണ്ട്, നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോസ് ആക്കിയിട്ടാണ് കാണിക്കാൻ താല്പര്യം എനിക്ക്. അതാണ് താല്പര്യം. ഓക്കെ, അതെ, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ ഒരു മനസ്സ് വരുന്നില്ല, ഫസ്റ്റ് ട്രേഡ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പോസ് ആക്കിയിട്ട് കാണിക്കാൻ താല്പര്യം. കാരണം എനിക്ക് കോൾ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ടും പോകാണ്ട്, വേറെ ചാർട്ട് നോക്കാണ്ട്. അപ്പോൾ ഒരേ ചാർട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ പിന്നെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയാൽ ഞാൻ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കൊരു അങ്ങനെ ചാർട്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ അല്ല, സോറി, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ SHKയിലാണ് നല്ല പ്രോഫിറ്റ്, 80-90 റുപ്പീസ് എന്തോ ഉണ്ടായതല്ലേ. ഇപ്പോൾ അത് മൈനസിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് എക്സൈഡ് ഇൻഡസ്ട്രി കുറച്ചും അപ്പോൾ പോകുന്നുണ്ട്. SHK 100 താഴെയുണ്ട്. ബട്ട് നോക്കാം എങ്ങനെയാണ്, നമുക്ക് SLO അതോ ടാർഗറ്റോ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ ചാർട്ട് ക്യാൻഡിൽ വന്നാൽ എൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആവും. ബാക്കിയെല്ലാം 401.55 ഞാൻ പ്ലാൻ ആക്കുന്നത്. അപ്പോൾ 15 മിനിറ്റിലും നല്ല സ്ട്രക്ചർ ഉണ്ട്, ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നു നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എന്താണെന്ന് നോക്കി പറയാം ട്രേഡ്. പിന്നെ ക്യാൻഡിൽ കളേഴ്സ് എനിക്ക് ഗ്രീൻ റെഡ് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബ്ലാക്ക് ആക്കിയത്. അത് സെറ്റിങ്സിൽ വൈറ്റ് ആക്കാൻ പറ്റുന്നു. പിന്നെ അതുകൊണ്ടാണ് മെയിൻ ഗ്രീൻ റെഡ് ആകുമ്പോൾ നമ്മളെ മൈൻഡ് ഭയങ്കര എഫക്റ്റ് ആകുന്നു. പെട്ടെന്ന് റെഡും പെട്ടെന്ന് ഗ്രീനെല്ലാം ആകുമ്പോൾ. ഇതായെങ്കിൽ കളറൊന്നുമില്ല, നമ്മൾ മൈൻഡ് ഒന്നും അങ്ങനെ വലിയ പ്രോബ്ലം വരുന്നില്ല എനിക്ക്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ടൈമിംഗ് 1 മണി ആയിട്ടുണ്ട്.
ആൻഡ് എക്സൈഡ് ഇൻഡസ്ട്രി ഇവിടെ തന്നെയുണ്ട്, എൻ്റർപ്രൈസിൻ്റെ കുറച്ച് മീത്തുള്ളത്. ഞാൻ പിന്നെ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത്, ബിക്കോസ് വീഡിയോയുടെ ലെന്ത് കൂടണ്ട അങ്ങനെ. പിന്നെ കൂടുമ്പോൾ പിന്നെ ഭയങ്കര നമുക്ക് നോക്കാനൊരു മടി വരും. സോ അത് ഇവിടെ തന്നെ സൈഡ് വൈസ് ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാണിക്കാം. SHK ബിലോ എൻട്രി ലെവലുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 17 റുപ്പീസ് ഉണ്ട്. ഇവിടെ 54ഉം ഇവിടെ 31. ലെറ്റ്സ് സീ എങ്ങനെ നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നതെന്ന് ഇത് ട്രേഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ 3:12 നമ്മളെ SHK അവിടെ തന്നെ പറഞ്ഞെങ്കിൽ താഴെ തന്നെ പോയിന്. SL ആക്കിയിട്ട് എന്നാലും അതൊരു ഡെഡ് വോളിയുമായിട്ടാണ് താഴോട്ടേക്ക് പോയിന്. അപ്പോൾ ഞാൻ മൊമെൻറ്റം ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എടുത്തത് ബുള്ളിഷ്, ബട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് എക്സൈഡ് ഇൻഡസ്ട്രി ഓൾസോ സെയിം, SL ആക്കില്ല ബട്ട് പോയി, പക്ഷേ ഡെഡ് വോളിയം ആയിരുന്നു ആ സമയത്തും. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് എൻട്രി ചേർത്ത് ബ്രേക്ക് ഈവൻ്റെ അടുത്തുണ്ട്. എന്നാലും ഇപ്പോൾ 3:12 ഞാനിനി 3:18 വരെ മാക്സിമം വെയിറ്റ് ആക്കും. എന്നിട്ട് 3:19 ഇപ്പോൾ 0.06 അല്ലെങ്കിൽ അത് ലോസ് എത്ര 130 140 വരെ എത്തിയിട്ടുണ്ടായിരുന്നു ലോസ്. ബട്ട് SL ഇട്ടാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവട്ടെ. പക്ഷേ അത് SL ആയിട്ട് അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഇന്ന് അറൗണ്ട് ഒരു ബ്രേക്ക് പോയിൻ പിന്നെ എൻ്റെ കയ്യിലൊരു ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ 3:18 ആൻഡ് ഞാനിപ്പോൾ എക്സിറ്റ് ആക്കാനാണ് പ്ലാൻ ആക്കുന്നത്. ബിക്കോസ് എനിക്ക് ഇപ്പോൾ എന്ത് കിട്ടുന്ന അതിൽ ഞാൻ എക്സിറ്റ് ആക്കാനാണ് പ്ലാൻ. കാരണം ഇനി നമുക്ക് വെയിറ്റ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ 44 റുപ്പീസാണ് ലോസ് ആറുള്ളത്. അതെനിക്ക് വലിയ ഇതില്ല. നിങ്ങളിപ്പോൾ പറയുമായിരിക്കും 0.something അത്ര വന്നിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ എക്സിറ്റ് ആക്കാത്തത്. ബട്ട് ഐ എം ഫോളോയിങ് മൈ റൂൾസ് ആൻഡ് എക്സിറ്റിംഗ് ഓൾ പൊസിഷൻസ്. ഓക്കെ, ജസ്റ്റ് എക്സിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് എക്സിറ്റ് ചെയ്തു. എക്സൈഡ് ഇൻഡസ്ട്രിയിൽ 3 റുപ്പീസ് പ്രോഫിറ്റ്, ഇവിടെ 44 റുപ്പീസ് ലോസ്. ആൻഡ് എനിക്ക് 41 റുപ്പീസാണ് ഇന്ന് ലോസ് ആയിന്. ആൻഡ് പക്ഷേ ഞാൻ എൻ്റെ ട്രേഡ് അങ്ങനെ ബാഡായിട്ടാണ് വീക്ക് പറഞ്ഞെങ്കിൽ SLക്ക് പോയിട്ടാണ്. ആൻഡ് കുറച്ച് ഇതാക്കി. ആൻഡ് എനിക്ക് ഇന്ന് 2 സ്റ്റോക്ക് ഞാൻ എൻട്രി എടുത്തില്ല. അതായത് ഒന്ന് ശ്രീ സിമെൻറ്റ് ആൻഡ് ഇത് നല്ലപോലെ പോയിട്ടുണ്ട്. പിന്നെ TI പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ 2 എടുത്തതുകൊണ്ട് ഞാൻ ഇതിലെടുക്കാത്തത്. ബിക്കോസ് എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് നോക്കുന്നെങ്കിൽ എനിക്കിന്ന് റിസ്ക് എടുത്താൽ മതി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരു ട്രേഡ് എടുക്കാത്തത്. സാധാരണ ഞാൻ ഒരു സമയത്ത് എടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ആൻഡ് നോക്കൂ എങ്ങനെ ഇത് പോകുന്നുണ്ട്. 1:2 ഓൾമോസ്റ്റ് തന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഐ വോണ്ട് ടു ബി ട്രാൻസ്പെറൻറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ലോസ് ഉണ്ടാക്കുന്നു, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അത് ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. സോ വീഡിയോ കുറച്ച് വാല്യുവബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് ഗ്രോ ചെയ്യാം. ഓക്കെ, ബൈ.